എൻ്റെ ഒരു ഔട്ട്പുട്ട് ആദ്യമായിട്ട് എനിക്ക് തുറന്നു തരുന്നത് മെക്സിക്കൻ ഭാരത എന്ന് പറഞ്ഞ സിനിമയാണ്. എല്ലാ സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ നമ്മളിത് കുറെ കണ്ടിട്ടുണ്ട്. അച്ഛനെ കാണാൻ സാധിച്ചിട്ടില്ല. 2 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫണ്ട് ആ കലിപ്പ് സോങ് ചെയ്യാനായിട്ട് വിശ്വാസം തന്നെ. ആ ഒരു വിശ്വാസം തിരിച്ച് നമ്മളും കാണിക്കണം എന്നുള്ളൊരു കാര്യം. മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമല്ല, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണല്ലോ ജീവിതത്തിൽ. ഏതൊക്കെയോ സമയങ്ങളിൽ മാത്രമേ നമുക്കിത് വരുള്ളൂ. നമുക്ക് ഈ പോസിറ്റീവായിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ഹലോ ഓൾ, വെൽക്കം ടു ഷോ റീൽസ് എന്റർടൈൻമെന്റ്സ്. ഈ അടുത്ത് തിയേറ്ററിൽ നമ്മളെ ത്രസിപ്പിച്ച ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്കൊക്കെ. ആ സിനിമയിൽ മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ആ പാട്ടിന് ജീവൻ നൽകിയ വ്യക്തിയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, മണികണ്ഠൻ അയ്യപ്പ. ഹായ് ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ചേട്ടാ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം. നമ്മൾ അഞ്ചക്കള്ളക്കൊക്കെ, അപ്പം ഞാൻ ഫസ്റ്റിൽ എനിക്ക് പേഴ്സണലി ഉള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു, എടാ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് അഞ്ചക്കള്ളക്കൊക്കെ, അപ്പം പടം ഹിറ്റാണ്, നല്ല ടോക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പോയി കാണാം. അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോകുന്നു. നമുക്കങ്ങനെ ഓക്കെ നമ്മൾ പോയി കാണുന്നു. ചെമ്പൻ ചേട്ടൻ്റെ ബ്രദറാണെന്ന് അറിയാം ഡയറക്ടർ. നമ്മൾ പോയി കാണുമ്പോൾ ഞങ്ങളവിടെ ചെന്നിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് കണ്ടു തുടങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ആ സിനിമയെ കൊണ്ടുപോകുന്ന ഒരു രീതി, ആ മ്യൂസിക്കിൻ്റെ ഒരു രീതിയുണ്ട്. മെയിൻലി കള്ളിഷാപ്പിലെ തുമ്പി എന്ന് പറഞ്ഞ സോങ്. അപ്പോഴത്തേക്കിനും ഞാൻ യൂസഫ് എന്ന് എൻ്റെ കൂട്ടുകാരൻ നോക്കിയിട്ട് അളിയാ ലൈക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സംസാരമൊക്കെ ഉണ്ടായി. എന്നെ അത്രത്തോളം ഹൈ മൊമെന്റിലാക്കി കളഞ്ഞു. ആ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച് ചേട്ടൻ ഒന്ന് പറയാമോ? അഞ്ചക്കള്ളക്കൊക്കെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ സോങ്ങാണ് തുമ്പി. ഓക്കെ. ശരിക്ക് ഉല്ലാസ് ചെമ്പൻ, സിനിമയുടെ ഡയറക്ടർ ഉല്ലാസ് ചെമ്പനായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങള് പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അതിലൂടെയാണ് ഞങ്ങൾ കണക്ട് ആവണത്. എന്നെ ഉല്ലാസ് ചെമ്പനിലേക്ക് കണക്ട് ചെയ്യുന്നത് ജോഷ്, പൂതൻ എന്ന് പറഞ്ഞ ആൽബത്തിന്റെ ഡയറക്ടർ ജോഷ്. അങ്ങനെ ഒരു കണക്ഷൻ ബേസിലാണ് അങ്ങനെ എത്തുന്നത്. അതിനുശേഷം ഉല്ലാസായിട്ടുള്ള പരിചയത്തിന്റെ ചർച്ചകളുടെ ഇടയിലൂടെ ഉടലെടുത്ത ഒരു സംഭവമാണ് അഞ്ചക്കള്ളക്കൊക്കാൻ. അഞ്ചക്കള്ളക്കൊക്കാനിലെ ഈ തുമ്പി സോങ് ഒക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ഓരോ ഇപ്പൊ തുമ്പി പോലെ ഇതിലുള്ള എല്ലാ സോങ്ങുകളും, ഇതിലുള്ള BGMത്തിന്റെ ഓരോ റെഫറൻസുകളൊക്കെ എല്ലാതായാലും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു സിനിമ എന്നുള്ളത് ഒരു കാര്യത്തിലേക്ക് അല്ലാതെ കുറച്ച് മ്യൂസിക്കൽ എലമെന്റ്സ് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലുണ്ടായ സാധനങ്ങളെല്ലാം അഞ്ചക്കള്ളക്കൊക്കാനിൽ യൂസ് ചെയ്തു. അങ്ങനെയാണ്. ഓക്കെ. ചേട്ടൻ പാമ്പച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഞങ്ങളൊരു മൂവി ചെയ്യാം, അന്നേ അത് മനസ്സിലുണ്ടായിരുന്നു ഉല്ലാസ് ചേട്ടനുമായിട്ട്? പാമ്പച്ചി ചെയ്യുമ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളൊരു ഘടനയിലല്ല ചെയ്തത്. ഓക്കെ. ഒന്നാമത്തെ കാര്യം നമ്മള് കോവിഡ് അല്ലെ ആ ഒരു സിറ്റുവേഷനും, പിന്നെ എന്താ പറയാ, ഞങ്ങള് കണ്ടിട്ടില്ല. ഞങ്ങള് ആ സമയത്തൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിലൂടെ മാത്രമുള്ള സംസാരം മാത്രമേ ഉള്ളൂ. ഉല്ലാസായിട്ട് ഈ ഉല്ലാസ് ചെമ്പൻ എന്ന് പറഞ്ഞ വ്യക്തി എത്ര ഹൈറ്റ് ഉണ്ട് അതൊന്നും നമുക്കറിയില്ല. പുള്ളിയുടെ സംഭാഷണവും, പിന്നെ ആദ്യം സംഭാഷണം മാത്രമായിരുന്നു, പിന്നെ വീഡിയോ കോള്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഇത് വെച്ചാണ് ഞങ്ങൾ ഈ പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം മൊത്തം വർക്ക് ചെയ്ത് തീർക്കണം, നേരിട്ട് കാണാതെ. പുള്ളി ഓസ്ട്രേലിയയിലാണ്, ഞാൻ തൃശ്ശൂര് ആണ്. അതും എനിക്ക് തോന്നുന്നു പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒട്ടുമിക്ക എൻ്റെ വർക്ക് സ്പേസിന്റെ ഉള്ളിലോ സ്റ്റുഡിയോയിലൊന്നും പോകാതെ കൂടുതൽ എൻ്റെ വീട്ടിലെ ചെറിയ റൂമിനകത്ത് തന്നെയാണ് എൻ്റെ ഒരു 80% പ്രോഗ്രാമിങ് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. ഒരു 2 വോയിസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്റ്റുഡിയോനെ ഏറ്റവും അവസാനം സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നു, പുള്ളി ഓസ്ട്രേലിയയിൽ. ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ നടന്നൊരു വർക്കാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഞാൻ ഉദ്ദേശിക്കുന്നതും പുള്ളി ഉദ്ദേശിക്കുന്നതൊക്കെ ഭയങ്കര സാമ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ പുറത്ത് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുപോലെയുള്ള ഒരു നമ്മുടെ ഇവിടുത്തെ ഫോക്കും ഈ പുറത്തെ സിനിമകളിൽ കാണുന്ന മ്യൂസിക്കോ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാന്നുള്ളൊരു ഒരു ചർച്ചകളൊക്കെ അന്ന് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി തന്നെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം തരും. നമ്മൾ ചെറിയൊരു ഫയൽ അയച്ചു കൊടുത്താൽ വരാം,
അതിന് ഞാൻ ചിന്തിക്കാത്തതിനപ്പുറം പുള്ളി അതിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു അത്രത്തോളം സ്പേസ് തരും. അതെ അതെ, നമ്മളെ മോട്ടിവേറ്റ് നമ്മളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണേല് ഉല്ലാസ് ചെമ്പൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന് ഒരു വലിയൊരു പങ്കുണ്ട്. സത്യം പറഞ്ഞാൽ അഞ്ചകളവക്കാൻ സിനിമ ത്രൂ ഔട്ട് ഇപ്പൊ അതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാനെപ്പോഴും എൻ്റെ ചിന്ത നേരെ ഉല്ലാസിലേക്കാണ് പോവുക. കാരണം വെച്ചാൽ ഉല്ലാസ് പറഞ്ഞു തന്ന ഒരുപാട് സിനിമകളെ കുറിച്ച് പറഞ്ഞു തന്നതും കുറെ സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു തന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലെനിക്ക് എന്ത് കേപ്പബിലിറ്റി, എനിക്കതിലെന്ത് ഏത് തരം മ്യൂസിക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വേറെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ ആണ് പാമ്പിച്ചി വർക്ക് ചെയ്തത്. ആ ഒരു ഷോർട്ട് ഫിലിം ആയാൽ തന്നെ ഒരു സിനിമയിലേക്കുള്ള ദൂരം എനിക്ക് അത്ര ഭീകരമായിട്ട് തോന്നിയില്ല. അത് പാമ്പിച്ചി കഴിഞ്ഞിട്ട് ഞങ്ങള് അടുത്തൊരു സിനിമയായിട്ട് ഉല്ലാസമായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി സിനിമയാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഈ പാമ്പിച്ചിയിലിട്ട എഫേർട്ടിന്റെ ഒരു 10 ഇരട്ടി നമ്മള് ചെയ്യാൻ തയ്യാറായിട്ടായിരുന്നു ഉല്ലാസമായിട്ട് അഞ്ചുകളൊക്കാനില് വർക്ക് ചെയ്യണത്. അത് വളരെ എന്താ പറയാ പോസിറ്റീവായിട്ട് നമുക്കത് തീർക്കാൻ സാധിക്കും. അപ്പൊ ചേട്ടൻ ഇപ്പം പറഞ്ഞു ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ചേട്ടന്റെ നേരത്തെയുള്ള ഇന്റർവ്യൂവിൽ അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്റെ മിക്ക ഡയറക്ടേഴ്സ് നേരത്തെ ചെയ്ത ഡയറക്ടേഴ്സുമായിട്ട് ഒരു നേരിട്ടുള്ള ടോക്ക് നടന്നിട്ടില്ല. ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല നേരിട്ട്. പിന്നെ പല വർക്കുകളും ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇപ്പൊ കലിപ്പ് എന്ന് പറയുന്ന സോങ്ങിന്റെ കാര്യം തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കലിപ്പ് എന്ന സോങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഫോണിൽ കൂടെ ഉള്ള സംഭാഷണങ്ങളായിരുന്നു കൂടുതലും. അതിനുശേഷമാണ് പോയി കണ്ടത്. അപ്പോൾ കലിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിക്കിനഭാരത ഇറങ്ങിയ സമയം, ആ സമയത്ത് ഞാൻ +2 സമയം പഠിക്കുമായിരുന്നു. അപ്പോൾ SFI എന്ന് പറഞ്ഞ പാർട്ടിയിൽ അത്രത്തോളം പ്രവർത്തിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ. അതിനെ ബേസ് ചെയ്തൊരു സിനിമ വരുന്നു. അപ്പം നമ്മൾ അത്രത്തോളം യുവാക്കളിൽ കലിപ്പ്, കട്ടക്കലിപ്പ്, ആ ഒരു ബേസ് ചെയ്ത ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമ ചെയ്ത സമയത്ത് ഒരുപാട് ഇത്രയും വലിയ ടെക്നീഷ്യൻ, ഇത്രയും വലിയ ആൾക്കാർ സിംഗേഴ്സ്, ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ചേട്ടന് പറ്റി അന്നത്തെ സമയത്ത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചേട്ടൻ എത്രത്തോളം ഗുണം ചെയ്തു എന്ന്, അല്ലെങ്കിൽ കരിയറിൽ എത്രത്തോളം ഗ്രോത്ത് വരുത്താൻ സാധിച്ചു എന്ന് ചേട്ടൻ തോന്നുന്നുണ്ട്? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമ, ആ സിനിമ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അത് തന്നെയായിരിക്കും എൻ്റെ ടേണിംഗ് പോയിന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് എഞ്ചിനീയറിങ് ഇതെല്ലാം ഞാനൊരു എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തു വെച്ചിട്ട് എനിക്കത് എൻ്റെ ഒരു ഔട്ട്പുട്ട് ആദ്യമായിട്ട് എനിക്ക് തുറന്നു തരുന്നത് മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ആദ്യം ഫോണിലാണ് കോണ്ടാക്ട് ചെയ്യണത്. പിന്നെ ഞാനിത് പലരോടും പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ് സംഭവം. കാരണം വെച്ചാൽ ആദ്യം ഫോൺ വിളി. പക്ഷെ വർക്കിന്റെ ഒരു 80% ഫോണിലൂടെ തന്നെ ചർച്ച ചെയ്തതിന് ശേഷം അങ്ങനെ വന്നിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്. അത് മാത്രമാണ് നമ്മുടെ ഒരു പ്രത്യേകത. എല്ലാ ഡയറക്ടേഴ്സും എന്തോ അങ്ങനെയാണ് വന്ന് പെട്ടിട്ടുള്ളത്. അങ്ങനെ വർക്ക് ചെയ്ത സിനിമകൾക്കെല്ലാം ഒരു കുറച്ച് എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. മെക്സിക്കൻ അപാരത, കലിപ്പ്, ടോം ചേട്ടൻ, സിദിൽ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിയാണ് എന്നെ അതിലേക്ക് ടോം ചേട്ടനെ കണക്ട് ചെയ്യുന്നത്. പുള്ളിയാണ്, സിദിലാണ് എന്നോട് പറയണത്, നിനക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വേ ഉണ്ട്, നിനക്കത് ട്രൈ ചെയ്യാൻ പറ്റും, നീ തന്നെയാണ് നിന്റെ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് സിദിലാണ് ശരിക്കും എനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് വേ തുറന്നു തന്നത്. പുള്ളിയാണ് എനിക്ക് ടോം ചേട്ടൻ്റെ നമ്പർ തന്ന്, ടോം ചേട്ടൻ എൻ്റെ നമ്പർ കൊടുത്ത് പിന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് കലിപ്പ് സോങ്ങിന്റെ ലിറിക്ക് അയച്ചിട്ട് അത് ഒരു സോങ് ആക്കാൻ പറ്റുമോ, ഒരു മെക്സിക്കൻ അപാരത എന്നുള്ളത് സിനിമയുടെ പേര് നമ്മൾ റിവീൽ ചെയ്യണത് സോങ്ങിലാണ്. ആ സോങ്ങിന്റെ ഉള്ളിൽ ഈ ലിറിക്ക് നിർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞ ആദ്യമൊക്കെ ഒരു കോമഡി പോലെ ആയി. ഞാൻ ഇങ്ങനെ ഇത് വിചാരിച്ചു. കാരണം നമ്മുടെ അവിടെ ഞാൻ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഞാനും സുഹൃത്തുക്കള് അർഷിദ്, വിനോദ്, അജി, അങ്ങനെ ഞങ്ങള് ഒരു റൂം എടുത്ത് തൃശ്ശൂർ ഒരു സ്റ്റുഡിയോ റൂം എടുത്തിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് പോകാറുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് പലരും വരും, പക്ഷെ ഒന്നും റിലീസ് ആവൂല, ചർച്ചകൾ മാത്രമേ ഉള്ളൂ. മോഹൻലാലാണ് നായകൻ എന്ന് വരെ പറഞ്ഞ കഥകളുണ്ട്, പക്ഷെ ഒന്നും നടന്ന് കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു ഇടയ്ക്കാണ് ഞാൻ സിദിലായിട്ട് പറഞ്ഞ ഈ സിനിമ
യുടെ കാര്യം ഞാൻ സുഹൃത്തുക്കളോട് പറയണേ. അപ്പൊ എല്ലാ സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ നമ്മളിത് കുറെ കണ്ടുണ്ട്. ആ ഒരു ടൈപ്പിലാണ് എല്ലാവരും എടുത്തത് തന്നെ. പക്ഷെ ഞാൻ എന്താ കാര്യം വെച്ചാൽ ഇതുവരെ പോയ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാനുള്ളൊരു ശ്രമം അപ്പൊ തന്നെ തുടങ്ങിയ കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു 100% നമ്മൾ ഇട്ടാതെ മാത്രം തന്നെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അക്ഷരാർത്ഥത്തിൽ മനസ്സിലായി ശരിക്കും. അപ്പൊ അങ്ങനെയാണ് ടോം ചേട്ടന്റെ ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ടോം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു പാട്ട് ഉണ്ടാക്കി നോക്കിയത്. ചുമ്മാ ഞാൻ തന്നെ പാടിയിട്ട് അയക്കുക ചെയ്തത്. അയച്ചപ്പോ നമ്മള് ഞെട്ടിപ്പോയി. മറ്റേ എന്താ പറയാ, ഇത് വർക്കാവോ എന്ന് തോന്നിയത്. ആ സമയം പുള്ളി പറഞ്ഞ എന്നോട് പുള്ളി എന്നോട് പറഞ്ഞത് അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല, ഇത് നമുക്ക് വർക്ക് ചെയ്താൽ അപ്പോ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഞങ്ങൾ ഇപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റുഡിയോ നടത്തിയിരുന്ന കാരണം നമ്മൾ എല്ലാപ്പോഴും ഉടക്കി നിൽക്കുന്നത് ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള അവൈലബിലിറ്റി, അതായത് സ്റ്റുഡിയോകള്. റഹ്മാന്റെ സ്റ്റുഡിയോ അതിലോട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ പറയണത്. കാരണം വെച്ചാൽ ടോം ചേട്ടൻ എന്നോട് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് നിനക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എവിടെയാണ് ചെയ്യേണ്ടത്, ആരാണ് പാടേണ്ടത്, അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. നമുക്കിത് ഈ വർക്കാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഈ സിനിമേനെ കാണിക്കേണ്ടത്. അപ്പോൾ അതിൽ എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പോൾ നീ അതിനു വേണ്ടി ആത്മാർത്ഥ നിനക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ പറഞ്ഞിട്ട് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞത്. കാരണം നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഒരു 100% എഫേർട്ടാണ് അതിന്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആ സമയത്ത് സുകുമാർ തെക്കേപ്പാട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പുള്ളിയാണ് എനിക്ക് ചെന്നൈയിൽ അവിടെ റൂമും പിന്നെ അരുൺ രാജ കാമരാജ സിംഗർ പുള്ളീനെ കണക്ട് ചെയ്യണത്. എ റഹ്മാന്റെ സ്റ്റുഡിയോയിലെ നമ്പർ വാങ്ങിയായിരുന്നൊക്കെ സുഖമായിട്ടാണ്. റഹ്മാന്റെ സ്റ്റുഡിയോ അല്ലെ, സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. AM സ്റ്റുഡിയോസിലാണ് നമ്മൾ കലിപ്പിന്റെ റെക്കോർഡ് മിക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ ടോം ചേട്ടൻ അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ സോങ് ഇറങ്ങുന്നതോട് കൂടിയിട്ടാണ് അനൂപ് കണ്ണൻ പ്രൊഡക്ഷൻ മെക്സിക്കന ഭാരതയിലേക്ക് ലിങ്ക് ആവണത്. അപ്പൊ അതുവരെ എനിക്ക് സുഖേട്ടനും ടോം ചേട്ടനുമാണ് എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നിന്നത്. ടോം ചേട്ടൻ ഒരു ഒന്നും നോക്കാതെ തന്നെ ഞാൻ വർക്ക് ചെയ്യുമെന്നോ എൻ്റെ മുന്നത്തെ വർക്കുകൾ കണ്ടിട്ടോ ഒന്നുമല്ല സത്യം പറഞ്ഞ, ഒരു കേട്ടറിവും പിന്നെ സ്ഥിതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു അറിവും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അയച്ചു കൊടുത്ത ഡമ്മി ഫയലിൻ്റെയും വിശ്വാസത്തിൽ ടോം ചേട്ടൻ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫണ്ട് ആ കലിപ്പ് സോങ് ചെയ്യാനായിട്ട് വിശ്വാസം തന്നെ. ആ ഒരു വിശ്വാസം തിരിച്ച് നമ്മളും കാണിക്കണം എന്നുള്ളൊരു കാര്യം, അതാണ് മെക്സിക്കന ഭാരതയിലെ കലിപ്പ് സോങ്. പിന്നെ അതിൽ അനൂപ് കണ്ണൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇവളാരോ പിന്നെ ബാക്കിയുള്ള സോങ്ങുകളൊക്കെ വന്നു. BGM ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആ ഒരു സമയത്ത് കുറവായിരുന്നു. പക്ഷെ എന്നാലും ഞാനൊരു ട്രെയിലർ ചെയ്തു. ആ ട്രെയിലറിന്റെ സ്റ്റെംസ് ഗോപിച്ചേട്ടൻ പല സ്ഥലത്ത് ഗോപിസുന്ദറായിരുന്നു അതിൻ്റെ BGM ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സോങ്ങുകൾ ഞാൻ ചെയ്തിട്ട് BGM ഇത്രയും വലിയ ഗോപിസുന്ദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിമിൽ വന്ന് ആ സിനിമ വിജയിക്കുക അപ്പോഴൊക്കെ തന്നെയാണ് നമ്മുടെ കരിയറിൽ ഒരു ഇതുണ്ടാവും. ഫസ്റ്റ് മൂവി വിജയിക്കുമ്പോഴാണല്ലോ. ആ ടോവിനോയ്ക്ക് അത്രയും ഫാൻസ് ഉണ്ടാക്കിയെടുത്തൊരു സിനിമ കൂടിയാണ്. അല്ലെങ്കിൽ ഒരു നായകൻ അല്ലെങ്കിൽ നായകൻ എന്ന നിലയിൽ ടോവിനോയ്ക്ക് അത്രയും ഗ്രോത്ത് ഉണ്ടാക്കി കൊടുത്ത സിനിമ കൂടിയാണ് മെക്സിക്കന ഭാരത. അതാണ് ആദ്യത്തെ സിനിമയുടെ അനുഭവം. അപ്പം ചേട്ടൻ ഇപ്പം മെക്സിക്കന ഭാരത സമയത്ത് കലിപ്പ് എന്ന മൂവീസിൽ അത്രത്തോളം വിശ്വാസം ടോമേട്ടൻ ചേട്ടൻ്റെ അടുത്ത് കാണിച്ചു എന്നുള്ള കാര്യം ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പം ചേട്ടൻ്റെ ഈ ലൈഫിൽ ഇങ്ങനെയുള്ള യാത്രയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചേട്ടൻ. പല ജോലികൾ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ പറയും ഹോണ്ട ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്റർനെറ്റ് കഫേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഉയർച്ച താഴ്ചയൊക്കെ കണ്ടുവന്ന് ചേട്ടൻ ഇപ്പോൾ ഒരു മ്യൂസിക്കൽ ഡയറക്ടർ എന്ന ലെവലിൽ ചേട്ടൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിനിമ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് ഒരുപാട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ചേട്ടൻ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, എന്താണ് അവർക്ക് വേണ്ടത്? മെയിനായിട്ട് അവർക്ക് എന്താണ് ക്ഷമ ആണ് വേണ്ടത്? മെയിനായിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചേട്ടൻ അവരോട് പറയാനുള്ളത് എന്താണ്? മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണല്ലോ ജീവിതത്തില്. മൊത്തത്തില്
നമുക്കൊരു കരിയർ ഉണ്ടാവണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ മാത്രമേ തന്നെ എല്ലാ കാര്യവും നടക്കുള്ളൂ. അത് ഏത് പ്രൊഫഷൻ ആയാലും. ഞാനൊരു ടേണിംഗ് പോയിന്റിൽ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളൊരു തോന്നി. മ്യൂസിക്കിൽ എന്തെങ്കിലും ആവുക, ഗാനമേള എന്നുള്ളൊരു കൺസെപ്റ്റിലല്ലാതെ വേറെ എന്ത് ഇതിന്ന് എങ്ങനെയെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ഒരു 100% എഫർട്ട് ഇടണം എന്ന് തോന്നിയ ഒരു സമയം. ആ ഒരു സമയമാണ്, ആ സമയം തൊട്ടുള്ള യാത്രയാണ് ശരിക്കും ഈ ഉയർച്ച താഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഉയർച്ച താഴ്ചകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നതാണ്. ഇപ്പൊ എൻ്റെ മാത്രം ലൈഫിലുള്ള ഒരു കാര്യമായിട്ട് കരുതുന്നില്ല, ഏത് മനുഷ്യനും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ഈ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഏതൊക്കെയോ സമയങ്ങളിൽ മാത്രമേ നമുക്കത് വരുള്ളൂ. നമുക്ക് ഈ പോസിറ്റീവായിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ആ സമയം നമ്മള് വേറെ എന്തെങ്കിലും കാര്യത്തില് നമ്മളൊരു കൃത്യമായിട്ടൊരു ലക്ഷ്യത്തിലേക്ക് അല്ലാതെ വേറെ കാര്യങ്ങളിലേക്ക് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ആ സമയം തിരിച്ചു കിട്ടില്ല. അപ്പൊ അതാണ് ചിലർ പറയണ കേട്ടിട്ടുണ്ട്, എനിക്കിപ്പോ ഇതിനേക്കാളും ടാലന്റ് ഉള്ള ആള് പുറത്തുണ്ട്, പക്ഷെ അയാൾക്ക് ഭാഗ്യം ഇല്ല എന്നുള്ളൊരു കാര്യം. ഞാൻ ഈ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ അധികം വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം ഈ ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ 100% ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഭാഗ്യമൊക്കെ ഓട്ടോമാറ്റിക്കലി വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ നിർഭാഗ്യങ്ങളുടെ ഘോഷയാത്രയാണ് എൻ്റെ ലൈഫ് മുഴുവൻ. കാരണം അച്ഛനെ കാണാൻ സാധിച്ചിട്ടില്ല. 2 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ നെഗറ്റീവ് യാത്രകൾ. അപ്പോ നമ്മളതൊന്നും നോക്കേണ്ട കാര്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളും അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രയില് ദുരിതങ്ങളൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. നമ്മളൊരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുള്ളൊരു ഇതില് പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഉയർച്ച താഴ്ചകള് അതിൻ്റെ ഉള്ളില് വരും എന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പൊ ഈ ഒരു ടേണിംഗ് പോയിന്റ് വരുന്ന സമയത്ത് നമ്മൾ താഴ്ന്നിരിക്കാതെ നമ്മൾ ആ സമയത്തും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റും. തന്നെ പിന്നെ ഈ ധൃതി പിടിക്കാതെ ഒരു കാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും പയ്യെ തിന്നാന്നൊക്കെ പറയണ പോലെ വെറുതെ പറയണതല്ല. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് ആളുകളെ എന്താ പറയാ ചാൻസ് ചോദിച്ചു പോവാം അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അവരിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ ഓവറായിട്ട് ഓവർടേക്ക് ചെയ്ത് എനിക്ക് ഇതിലൊരു ചാൻസ് തരുമോ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടിയവരുണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ കാൺസെപ്റ്റില് അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ട്രഗിൾ ചെയ്യുക, നമ്മള് എഫേർട്ട് ഇടുക, നമ്മുടെ എഫേർട്ട് കണ്ടിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ ഒരു കൃത്യസമയത്ത് നമ്മൾ ഓണായിരിക്കുക. അപ്പൊ ഈ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ എന്തായാലും ഉണ്ടാവുന്നത് നമ്മളൊരു മനസ്സിൽ കരുതി വെക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, അത് തന്നെ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ചേട്ടൻ ഹാർഡ് വർക്ക് ചെയ്യാൻ മുന്നോട്ട് വരിക അതിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ചേട്ടൻ മുമ്പ് ടോമാറ്റോന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ ചേട്ടൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്തു ആ സിനിമയ്ക്ക്. ചേട്ടൻ കുമാരി എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്ത് അതിനെ ബേസ് ചെയ്തൊരു കാര്യം പറഞ്ഞപ്പം ജെയ്ക്സ് ബിജോയുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ചേട്ടനായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ കുറിച്ച് അപ്പം എന്താണ്? ജെയ്ക്സ് ചേട്ടനായിട്ട് ഞാൻ ഈ പാട്ടുകൾ പ്രോഗ്രാം ചെയ്യേണ്ട കാര്യങ്ങളും അതൊക്കെ യൂട്യൂബിലും അതിലൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയ്ക്സ് ചേട്ടൻ്റെ റോസി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, മൺസൂൺ മാംഗോസ് എന്ന് പറഞ്ഞ സിനിമ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ജെയ്ക്സ് ചേട്ടന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ജെയ്ക്സ് ചേട്ടൻ്റെ റിപ്ലൈ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് എനിക്ക് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ ഒക്കെ റിപ്ലൈ വരും. അപ്പോ ഈ വ്യക്തിനെ ഭയങ്കര ഒരു ബഹുമാനമായിട്ട് ഇങ്ങനെ കണ്ടുപോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ പാട്ടുകള് നമ്മള് സിനിമയിൽ വരുന്നു, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലേക്കൊക്കെ വന്ന് പോകണം. ഇതിന്റെ ഇടയിൽ ജ്യോതിഷ് കാശി പുള്ളിയാണ് എന്നെ ജെയ്ക്സ് ചേട്ടനെ പരിചയപ്പെടുന്നത്. ജ്യോതിഷ് കാശി ലിറിക് റൈറ്റർ, ജെയ്ക്സ് ചേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ വരികൾ എഴുതിയിട്ടുള്ളതാണ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പൊ ജ്യോതിഷ് ബ്രോ മുഖാന്തരാണ്
ഒരു വട്ടം എറണാകുളത്ത് വന്നപ്പോൾ നമുക്ക് ജെയ്ക്സ് ബിജോയായിട്ടൊന്ന് സംസാരിക്കാം, പുള്ളിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഞാൻ ഇന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ പോയതാണ്. അന്ന് അവിടെ ചെന്നപ്പോൾ ജെയ്ക്സ് ഏട്ടൻ എന്നെ എൻ്റെ വർക്കുകൾ ഞാൻ അതുവരെ ചെയ്ത പൂതൻ ആ ആൽബമൊക്കെ ജെയ്ക്സ് ഏട്ടൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജെയ്ക്സ് ഏട്ടൻ ആ പാട്ട് അറിയാം. ജെയ്ക്സ് ഏട്ടൻ പറഞ്ഞു അത് പൂതനൊക്കെ ഗംഭീര വർക്കാണ് മണി, നമ്മള് കണ്ടുമുട്ടാൻ വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത്. പക്ഷെ ഞാൻ മണിയുടെ വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നത് ഇപ്പോഴാണെന്നുള്ളൂ. ഇനി എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മണിയും കൂടി സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും കൂടെ, കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. പുള്ളിക്ക് അതിന്റെ അത്യാവശ്യം അസിസ്റ്റൻസും അത്യാവശ്യം പ്രോഗ്രാമേഴ്സും, അതായത് ഇൻഡസ്ട്രിയിലുള്ള ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാ ആളുകളും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ബാക്ക് സ്റ്റോറീസും ഭയങ്കരമാണ്. ഡിസ്നിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അത്യാവശ്യം നോളജ് ഉണ്ട്. നമ്മൾ ധ്രുവങ്കൾ 16 എന്നുള്ള ആ സിനിമയ്ക്ക് ഭയങ്കര, ഞാനൊക്കെ അതിന്റെ കട്ട ഫാനായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോ ജെയ്ക്സ് ഏട്ടൻ നമുക്ക് അത്രയും വലിയൊരു ആളായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ആ പുള്ളി നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ചെറിയ ചെണ്ടയുടെ ബിറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് കൊത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ, കുമാരി സിനിമയുടെ ടീസർ, അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. കുമാരി സിനിമയുടെ ടീസറൊക്കെ ചെയ്യുന്ന സമയത്താണ് എന്നോട് സംസാരിച്ചത്, നമുക്കിതിൽ കൊളാബ് ചെയ്തിട്ട് വർക്ക് ചെയ്താലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അങ്ങനെ ഒരു കൊളാബറേഷൻ, ഇത്രയും വലിയ ആളായിട്ടൊരു കൊളാബറേഷൻ ഞാൻ പല ഇന്റർവ്യൂസിലും പറയാൻ കാരണം, ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ഒരു കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കില്ല. കാരണം നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനൊരു വേറൊരാളെ ഇതിൽ പിടിച്ച് ഇടണം എന്നുള്ളത്, ആ ഒരു കാര്യത്തിലാണ് ഞാനപ്പോൾ അതിശയിച്ചിട്ടുള്ളത്. ജെയ്ക്സ് ഏട്ടൻ അത്രയും ടോപ്പ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ജെയ്ക്സ് ഏട്ടൻ ബ്രാക്കറ്റഡ് ആയിട്ട് നമ്മളെ ഒരു സിനിമയിൽ വെക്കണത്. അങ്ങനെ വെക്കാൻ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയ്ക്ക് പുള്ളി എല്ലാവരെയും ഒരുപോലെ കാണുന്നതുകൊണ്ടാണ്. അപ്പൊ അതൊരു വലിയൊരു ബിഗ് താങ്ക്സ് ടു ജെയ്ക്സ് ബിജോയ്. പുള്ളിയെ കൂടെ നിർത്തി കുറച്ചു കാലം നമ്മളെ കുറച്ച് വർക്കുകളിലൊക്കെ ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോ ഒപ്പം നടക്കുമ്പോ കൈ പിടിക്കുന്നവര് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നതാണ് ജെയ്ക്സ് ഏട്ടനൊക്കെ. അപ്പൊ അതൊക്കെ ഒത്തിരി മോട്ടിവേഷനാണ്. നമ്മൾ പ്രസന്റ്ലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ആളുകളുടെ സഹകരണങ്ങളും എന്താ പറയാ അഭിനന്ദനങ്ങളൊക്കെ നമുക്ക് നല്ല മോട്ടിവേഷനാണ്. ഓക്കെ കേട്ടോ. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറയണ്ടായി പൂതൻ എന്ന് പറഞ്ഞ ആൽബത്തെ കുറിച്ച്. ബേസിനകത്ത് അത് ആട്ടം കലാസമിതിക്ക് വേണ്ടി ചേട്ടൻ ചെയ്ത ഒരു സോങ് ആണ്. അപ്പം ആ ഒരു സമയത്ത് ചേട്ടൻ ഒരു അപകടം കഴിഞ്ഞ് ത്രോട്ടിന് പ്രശ്നമായിട്ടൊക്കെ ഇരുന്ന സമയത്ത് അത് കഴിഞ്ഞ് ചേട്ടന് കിട്ടിയ ഒരു വർക്ക് ചെയ്തു വന്നതാണ് പൂതൻ. അപ്പോൾ നമ്മൾ അത്രയും ഡൗൺ ആയിരിക്കുന്ന സമയമായിരിക്കും, ഒരു ആക്സിഡന്റ് പറ്റി ത്രോട്ട് പോയി. നമ്മളപ്പോൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു വർക്ക് കിട്ടുന്നു, നമ്മൾ വീണ്ടും നമുക്ക് പ്രതീക്ഷ നമുക്ക് അതിനകത്തൂടെ കിട്ടുമല്ലേ. അപ്പം നമുക്കൊരു കണക്ഷൻ കാണും. അപ്പം ആ പൂതനോട് ഉള്ള കണക്ഷൻ എത്രത്തോളമായിരുന്നു ചേട്ടൻ? ഞാൻ ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം, മെക്സിക്കൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്രയും വലിയൊരു ഹിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡൗൺ ആയിരുന്നു. അടുത്തൊരു എന്തെങ്കിലും നമ്മളൊരു വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ജോഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ, പുള്ളിയാണ് ആട്ടം കലാസമിതിയായിട്ട് ഇങ്ങനൊരു ആട്ടം കലാസമിതിക്ക് ഒരു തീം സോങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടാണ് ഒരു കൺസെപ്റ്റ് ആയിട്ട് എടുക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർക്ക് ഒന്ന് മാറി ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ ഒരു നന്നാക്കിയാൽ മാത്രമേ ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പാടാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം, പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ഒരു 6 മാസത്തോളം റെസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം സ്റ്റീല് ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളിലൊക്കെ. അപ്പൊ അതിനുശേഷം ഞാൻ പാടും എന്നുള്ളത്, അവനെന്താ പറ്റിയാവോ പാടും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക്. അപ്പൊ എനിക്ക് ത്രോട്ടിനൊന്നും അധികം ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാടാനും ശ്രമിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട തൊഴിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 2 കാര്യം വെച്ചിട്ട് ഒരു പരീക്ഷണമായിരുന്നു പൂതൻ. അപ്പോൾ മൊത്തത്തിൽ ഇൻസ്ട്രുമെന്റേഷൻ ആയാലും ഞാൻ കുറച്ച് വ്യത്യസ്ത
ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഭൂതപ്പാട്ട് പലരും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രമൊക്കെ ആയിട്ട്. ഒരു ഫ്യൂഷൻ ആയാൽ തന്നെ ഒരു ട്രഡീഷണൽ പരിപാടി പോകാതെ ഒരു കേരളത്തിന്റെ ഒരു ഉള്ളിൽ തന്നെ നിൽക്കുകയും വേണം എന്ന ഒരു ഇന്റർനാഷണൽ ചായവും വേണം. അതിനു മുന്നേ ഞാൻ കുറച്ച് സെനഗൽ ആ ഒരു ടൈപ്പ് മ്യൂസിക്കുകളൊക്കെ കുറെ ആ ഒരു സമയത്തൊക്കെ ഞാൻ കുറെ കേട്ടിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫോക്കും വെച്ച് ഒരു പരിപാടി നോക്കിയതാണ് പൂതൻ. അത് അത്യാവശ്യം അപ്പൊ അതിന്റെ പിന്നിലെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ. നമുക്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പ് വെക്കണം പാടാൻ, ഇതിലൂടെ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ബോധ്യം വരണം. ആളുകളുടെ റിപ്പോർട്ട് നന്നായിട്ട് തോന്നിയത് മാത്രമേ നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ആ പാട്ടിനകത്ത് ഉണ്ടായിരുന്നു പൂതൻ. അപ്പൊ ആട്ടം കലാസമിതിയാണ് അത് പ്രൊഡക്ഷൻ ചെയ്തത്. അവര് തന്നെയാണ് അതിൽ ചെണ്ടയില് അതിൽ വായിച്ചിട്ടുള്ളത്. അതില് വായ്ത്താരി, ഞാൻ ഒരു വായ്ത്താരി ഉണ്ടാക്കിയിട്ട് അത് ചെണ്ടയില് പൊട്ടിച്ച് അതിൽ ഒരു ബീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിപ്പോഴും അത് ആട്ടം കലാസമിതി പ്രോഗ്രാമിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പൂതൻ നല്ലൊരു രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. കേരള ടൂറിസത്തിന്റെ ആഡിൽ വന്നു. ഒരുപാട് പേര് അത് വെച്ചിട്ട് ഇപ്പൊ ഈ ജെയ്ക്സ് ബിജോയിലേക്ക് പുള്ളിക്ക് തന്നെ എന്റെ വർക്കിൽ ഏറ്റവും ആദ്യം എന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെടുത്തുന്നത് പൂതനാണ്. ഒരുപാട് ആളുകള് ഇൻഡസ്ട്രിയിൽ തന്നെ എനിക്ക് പൂതന് ഫാൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ആളുകൾ. എന്നെ അറിയപ്പെടുന്ന ഇപ്പൊ അഞ്ചകള പോക്കാനും മെക്സിക്കൻ ഭാരതയും ആ ഒരു ഇതിന്റെ ഇടയിൽ അപ്പോഴും ഈ പൂതൻ വിട്ടു പോണില്ല. അപ്പൊ അത്രയും എനിക്ക് പ്രിയപ്പെട്ട വർക്കാണ്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു മൊമെന്റ് ഉണ്ടാവില്ല ചേട്ടാ, ലൈക്ക് ഇതാണ് എൻ്റെ വഴി. അതുപോലെ ചേട്ടന് മ്യൂസിക്കാണ് എൻ്റെ വഴി, അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്താലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അത് എപ്പോഴാണ് ആ ഒരു, അല്ലെങ്കിൽ അത് ആരിലൂടെയാണ് ചേട്ടന് വന്നത്? നമുക്കൊരു മൊമെന്റ് ഉണ്ടാവില്ലേ? ഏറ്റവും ആദ്യം എന്നെ പാടിപ്പിക്കുന്ന എൻ്റെ ഒരു ചേച്ചിയാണ്, ലളിത എന്ന ചേച്ചി. ഞാൻ പാട്ട് പാടും, പക്ഷെ എന്നാലും എൻ്റെ നാട്ടിൻപുറം നല്ല സപ്പോർട്ടുള്ള ഒരു ഗ്രാമമാണ് കൊള്ളന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമം. അവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്, എനിക്ക് പാട്ടുകൾ പറഞ്ഞു തന്നവരുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ ചെറിയ തോതിൽ പാടുമ്പോൾ തന്നെ ഒരു വേദിയിൽ പാടിയാൽ തന്നെ അവിടെ നല്ല പ്രോത്സാഹനം കിട്ടാറുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ പ്രോത്സാഹനം വരുമ്പോഴല്ലേ നമുക്ക് ഇനിയും പാടണം എന്നൊക്കെ തോന്നണത്. അപ്പൊ ആദ്യം തന്നെ ഒരു സ്റ്റേജിൽ പഠിപ്പിക്കുന്നത് ചേച്ചിയാണ്, ലളിത ചേച്ചിയാണ്. അതിനുശേഷം പിന്നെ മ്യൂസിക് പഠിക്കാൻ പോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാമൻ തവില് വായിക്കുന്ന ആളാണ്, പിന്നെ അച്ഛൻ പഞ്ചവാദ്യം, പിന്നെ അമ്മ എല്ലാവർക്കും മ്യൂസിക്കൊക്കെ ആയിട്ട് ഇഷ്ടമുണ്ട്. പക്ഷെ ആരും മാമൻ കുറച്ചും കൂടെ അത് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, തവിലൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആളാണ്, മ്യൂസിക്കായിട്ട് നല്ല ബന്ധമുള്ളതാണ്. മാമനാണ് കർണാട്ടിക് മ്യൂസിക് പഠിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞതും അത് പഠിപ്പിക്കാൻ വിടണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നത്. പിന്നെ അതിനുവേണ്ടി ചേച്ചിമാരും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമ്മ മാത്രമായിരുന്നു ആ സമയത്ത്, അച്ഛനില്ലാതെ അമ്മ മാത്രമാണ്. അപ്പൊ എന്നെ ഒരുപാട് ചേച്ചിമാരും മാമനും അച്ഛൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോ മൊത്തം ഇവരൊക്കെ തരുന്ന സപ്പോർട്ടിനെ തിരിച്ച് ഒരു റിസൾട്ട് കൊടുക്കണം എന്നുള്ളൊരു വാശി, ഒരു എന്താ പറയാ, ഒരു കടപ്പാട് അവരോടൊക്കെ എല്ലാവരോടും ഉണ്ടായിരുന്നു. അവര് തരുന്ന സ്നേഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ജൈത്രയാത്രയായിരുന്നു. അപ്പൊ പെൻസിൽ ഡ്രോയിങ്ങും ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോ +2 സമയത്തൊക്കെ സ്റ്റേറ്റ് വിന്നറായിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെ. അപ്പൊ ആ ആർട്ടും ഇതും കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പോയിന്റിൽ വെച്ചിട്ട് മ്യൂസിക്കിലേക്ക് മാറിയതാ. ഗാനമേളകളിൽ പാടുമ്പോൾ ഇടയ്ക്ക് ചാൻസ് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പാടാനൊക്കെ പോയിട്ടും അതിലൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു 2-3 പാട്ടൊക്കെ ഒരുമിച്ച് അങ്ങനെ പഠിച്ച് പാടുമ്പോൾ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റാറില്ല. പക്ഷെ എന്നാൽ മ്യൂസിക്കിൽ തന്നെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മ്യൂസിക്കിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാന്നുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് അജി മുഹമ്മദ് അലി ആളായിട്ട് പരിചയപ്പെടുന്നു. അവൻ പ്രോഗ്രാമിങ് ചെയ്യണതാണ്, കീബോർഡ് പ്രോഗ്രാമിങ് ചെയ്യണതാണ്. അപ്പൊ അവൻ്റെ അടുത്ത് നിന്ന് അജിയുടെ കൂടെ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പഠിച്ചത്. അതങ്ങനെയാണ് നമ്മൾ വരുന്നത്. പിന്നെ യൂട്യൂബാണ് ബാക്കി ബിൽഡ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ളത്. പിന്നെ ചേതന സജിയേട്ടൻ അതുപോലെ
ഇവരുടെയൊക്കെ വർക്കുകളും ഇവർ വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് പാഠങ്ങളായിട്ടുണ്ട്. അതിനുശേഷം മോഹൻ സിത്താര സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. അവിടെ നിന്ന് പിന്നെ കോറസ് പാടാനൊക്കെ ആയിട്ട് മോഹൻ സിത്താര സാറ് കോറസ് പാടാനൊക്കെ ആയിട്ട് നമ്മളെ ഓരോ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി. അതിനുശേഷം 10 വർഷം സംതിങ് എത്രത്തോളം ഉള്ളൊരു സമയമില്ല ചേട്ടന് സ്ട്രഗിൾ ചെയ്ത്? അതെ, ഇതൊക്കെ നമ്മളിത് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തൊട്ട് നമ്മള് പെൻസിൽ ഈ വർക്കിനെ ഒരു സെക്കൻഡറി ആക്കിയിട്ട് മ്യൂസിക്കിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. മോഹൻ സാറിന്റെ അവിടെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ അസിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പറ്റിയത് അജയായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തില് കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ച കാരണമാണ്. പുള്ളിയായിട്ടുള്ള ആ ഒരു കുറച്ച് കാലത്തിൽ കമ്പോസിങ്ങും പിന്നെ ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് ചെയ്യണതും അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയും ഈ പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് മോഹൻ സിത്താര സാറിന്റെ കൂടെ നിന്ന ആ ഒരു അനുഭവം കൊണ്ടാണ്.